ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ഐക്യ ഹോളും പിന്നെ ഒരു ഗിവ് അവേ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗിവ് അവേയുടെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാനപ്പോൾ പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനില്ലേ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഓൺലൈൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുക അത്. അപ്പോൾ അത് കാരണം പക്ഷേ ഇത് ഈ കമ്പി ആയത് കാരണം നമുക്കിങ്ങനെ വളച്ച് ഒക്കെ വെക്കാൻ പറ്റൂട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ അതിനുള്ളിലേക്ക് നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണത് നേരിട്ട് കാണാനായിട്ട്. ആ ഒരു ഫ്ലവേഴ്സ് ആക്ച്വലി ഇത് ഫ്ലവേഴ്സ് ആയിട്ട് ഇല്ല, അതിൻ്റെ ആ ഒരു ബഡ്സ് ഇല്ലേ ഫ്ലവേഴ്സിൻ്റെ അങ്ങനെയാട്ടോ അതിലുള്ളത്. അപ്പോൾ എന്തായാലും അത് ഇതിലേക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഐക്യയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അധികമൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് ഈ സിപ്ലോക്ക് ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാട്ടാണ് വാങ്ങിക്കുക. എനിക്ക് ഈ ഫ്രിഡ്ജിലേക്കൊക്കെ സാധനങ്ങൾ വെക്കാനും ഒക്കെ എപ്പോഴും അത് ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ തീരുന്നതനുസരിച്ചിട്ട് ഞാൻ ഈ സിപ്ലോക്ക് റീസ്റ്റോക്ക് ചെയ്യലുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ടിന്നില്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് സ്നാക്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന എയർ ടൈറ്റ് ആട്ടോ അത്. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ നമുക്ക് ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ ചീത്തയായി പോകുമൊന്നുമില്ല. ഓരോ കണ്ടെയ്നേഴ്സിനകത്ത് ആക്കി വെക്കണേനെക്കാട്ടും ഇതിനകത്താകുമ്പോൾ കുറച്ച് കൊള്ളൂലോ, കുറച്ചധികം കൊള്ളും. 1-2 കവറൊക്കെ പൊട്ടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മാത്രമല്ല അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ 2 കളേഴ്സ് ഇട്ട ആ ഒരു യെല്ലോയും ആ ഒരു ബ്ലൂവും. അപ്പോൾ അങ്ങനെ അതൊരു സെറ്റായിട്ടാണ് വരിക. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്രീസറിലേക്ക് ഐസ് വെക്കുന്ന ഒരു ഐസ് ക്യൂബ് ട്രേ ഇല്ലേ, അത് 2 ഇത് ഞാനവിടെ ഇപ്പോൾ പോയപ്പോൾ കണ്ടതാട്ടോ. അത് താഴെ വരുന്നത് നമ്മുടെ സിലിക്കോണാണ്. അപ്പോൾ അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണ്ടെയ്നേഴ്സ് ഇല്ലേ, ഇത് ഞാൻ ഈ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ, ഈ ഫിഷൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ആ ഒരു കളറ് നല്ല രസം തോന്നിയിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ചെറിയ കുറച്ച് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഡിഷ് വാഷർ ടാബ്ലറ്റ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ചില്ലിൻ്റെ ആയിരുന്നു, ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറായിരുന്നു ഞാൻ ഇട്ട് വെക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പൊട്ടിപ്പോയിട്ടാ. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും ഇത് വുഡിൻ്റെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഡിഷ് വാഷർ ടാബ്ലറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതും ഞാൻ കിച്ചണിലേക്ക് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനമാണേ. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു ധൂപ്പ് ഒക്കെ നമ്മൾ കത്തിച്ച് വെക്കുന്ന ആ ഒരു സാധനമില്ലേ, ആ ഒരു ബ്ലാക്ക് കളറിലുള്ളത്, അതും ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചതായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. എൻ്റെ അടുത്ത് മുമ്പുള്ളത് വുഡിൻ്റെ ആയിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു വുഡിൻ്റെ ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടാലും ഇതും കൂടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ വെളുപ്പ് വെള്ള കളറും ഉണ്ട്, വൈറ്റ് കളറും ഇതിൻ്റെ അവൈലബിൾ ആണ്. ഈ ബ്ലാക്കിൻ്റെ ഞാൻ എന്തായാലും ബ്ലാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ ഒരു ധൂപ്പൊന്ന് കത്തിച്ച് വെച്ച് കൊടുക്കുകയാണ്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഞാനിത് ശരിക്കും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കാനായിട്ടാട്ടോ വാങ്ങിച്ചത്. അവിടെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. കാര്യം അങ്ങനത്തെ ഒരു ഭംഗിയുള്ള ഒരു സാധനം ആയത് കാരണം അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ.
പിന്നെ ദാ ഈ ഒരു കിച്ചണിൽ ഇവിടെ ഒരു താഴെ ഒരു ഡ്രോയർ ഉണ്ട് ഇങ്ങനത്തെ. ഇത് എപ്പോഴും നല്ലോണം മെസ്സപ്പായിട്ടാണ് ഉണ്ടാവുക. ഇതിലാണ് ഞാൻ ടോങ്സും പിന്നെ ഇങ്ങനത്തെ വിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്കായിട്ട് ഇടുക. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഇങ്ങനെ വലിഞ്ഞു വാരിയിട്ടൊക്കെ ഉണ്ടാവും. ചില സമയത്ത് പെട്ടെന്നൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ പെട്ടെന്ന് എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് പോകട്ടാ. പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ക്ലീൻ ആക്കുകയെ, ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല. എന്താ ചെറിയ ചെറിയ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇതിലേക്കാണ് വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിലെടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്തൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പുട്ടുണ്ടാക്കുന്ന ഒരു സാധനം, പിന്നെ ചെറിയ കണ്ടെയ്നേഴ്സ്, മെഷറിങ് കപ്പും സ്പൂണും ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ, ഗ്രേറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിലേക്കാണ് വെക്കുക. ഇതിലെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോയറാണ്. ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നെല്ലിക്കയില്ലേ, അതൊന്ന് ഉപ്പിലിട്ട്, വെറുതെ സാധാരണ ഇതിൽ ഉപ്പിലിട്ട് വെക്കാനുണ്ട്. ഞാൻ ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഗിവ് അവേൻ്റെ കാര്യം പറയാം. ഞാൻ കുറച്ച് നാളായിട്ട് ചാനലിലൊരു ഗിവ് അവേ വെക്കണമെന്ന് കരുതുന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അത് കറക്റ്റായിട്ട് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എന്തായാലും അത് ചെയ്യണമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിൻ്റെ റൂൾസൊക്കെ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ തന്നെ പറയാം. ഈ ഒരു വീഡിയോ തൊട്ടാട്ടാ സ്റ്റാർട്ട് ചെയ്യുക, ഗിവ് അവേയുടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ തൊട്ട് ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുകയും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഇതാണ് ഞാൻ ഇതിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു വിന്നർക്ക് വരുന്ന പ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ ഗിവ് അവേ കൊടുക്കുക. ചിലപ്പം 3-4 സാധനം ഒരുമിച്ചിട്ടുള്ള ഒരു സെറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിരിക്കും. അത് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ തന്നെ ആയിരിക്കും കൊടുക്കുക കേട്ടോ. പക്ഷേ യൂസ് ചെയ്ത സാധനങ്ങളായിരിക്കില്ല, പുതിയ സാധനങ്ങൾ തന്നെയായിരിക്കും ഗിവ് അവേക്ക് ഞാൻ പ്രൈസായിട്ട് തരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തുല്ലോ. വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്താ പറയുക, അത് എന്തെങ്കിലും ഒരു കമൻ്റ് അല്ല, വീഡിയോനെ പറ്റിയിട്ട് തന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ സബ്സ്ക്രിപ്ഷൻ അതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് വരുന്നത്. പിന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഞാനിത് വിന്നറിന് കമൻറ്റ് ഇതെന്നാ സെലക്ട് ചെയ്യുക. ഇതിൽ ഞാൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അങ്ങനെയാണ് വെക്കുക. പ്രൈസിൻ്റെ കാര്യത്തിൽ വെക്കുക, ഗിവ് അവേ വെക്കുക. പിന്നെന്താ ലാസ്റ്റ് പിക്ക് ചെയ്തതിന് ശേഷം, വിന്നറിനെ പിക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം കേട്ടോ ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടിയിട്ട് പറയാം. ഈ ഒരു വീഡിയോ തൊട്ടാ ഗിവ് അവേക്ക് ഉണ്ടാവുക. ഈ ഒരു വീഡിയോ തൊട്ട് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. കമൻറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ സ്പാം ചെയ്യാൻ പാടില്ല. വീഡിയോനെ പറ്റിയിട്ടോ അല്ലാത്ത എല്ലാ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കൂടിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുവഴിയായിരിക്കും ഞാൻ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വെരിഫൈ ചെയ്യുന്ന സമയത്തും അതുവഴിയായിരിക്കും കേട്ടോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റൂൾസ് വരുന്നത്, ഈ ഒരു ഗിവ് അവേൻ്റെ റൂൾസ് വരുന്നത്. പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എൻഡ് ചെയ്യാൻ മിക്കവാറും ഓഗസ്റ്റോട് കൂടിയിട്ടായിരിക്കും എൻഡ് ചെയ്യുക. ചിലപ്പോൾ അതൊരു സെപ്റ്റംബർ പകുതി വരെ പോവും. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.